ന്യൂസ് കണ്ടു. ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഒരു 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ചു. എന്നിട്ട് ആ കുട്ടീനെ ജനൽ വഴി വലിച്ചെറിഞ്ഞു. എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്താ പറയണ്ടേന്ന്. ഈ വലിച്ചെറിയാന്നൊക്കെ പറയുമ്പോൾ വല്ല മുട്ടായി കടലാസോ വല്ല പേപ്പർ എങ്ങാനും ആണോ? ഒരു മനുഷ്യ ജീവനല്ലേ. ഭൂമിയിലേക്ക് നമ്മുടെ ലോകം എന്താന്നോ ഒന്നും അറിയില്ല. എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക? എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശുചിമുറിയിൽ പ്രസവിച്ച വിദ്യാർത്ഥിനി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ 19-കാരിയാണ് ശുചിമുറിയിൽ പ്രസവിച്ചത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. രഘു, ഇത് പങ്കുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരവസ്ഥയിലൂടെ, മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന വാർത്തയാണ്. എന്താണ് ഉണ്ടായത്? പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഹരിപ്പാട് നഗരത്തിനടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടി അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് വയറുവേദനയാണ് എന്നാണ് പറഞ്ഞത്. പരിശോധനയിൽ കുട്ടി ഗർഭിണിയാണ് എന്ന് ഡോക്ടർക്ക് സംശയം തോന്നുകയും ഇത് കുട്ടിയോട് തിരക്കുകയും ചെയ്തു. എന്നാൽ കുട്ടി ഇത് നിഷേധിക്കുകയായിരുന്നു. അല്പസമയത്തിനകം ആ കാഷ്വാലിറ്റിയിൽ നിന്ന് കുട്ടി ശുചിമുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞാണ് തിരികെ എത്തിയത്. അങ്ങനെ സംശയം തോന്നി. മനസ്സിലാവുന്നില്ല, എങ്ങനെയായിരിക്കുന്നാലും അംബ്ലിക്കൽ കോഡൊക്കെ ബാത്റൂമെന്നൊക്കെ കട്ട് ചെയ്ത്, എന്നിട്ടോ ആ സ്വന്തം അമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നത്, അതൊക്കെ പോസിബിൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തൊരു അമ്മയായിരിക്കും അത്? സ്വന്തം മോള് ഗർഭിണിയായി എന്നുള്ള കാര്യം പോലും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്ന്. അതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ എന്തോ വലിയ കള്ളത്തരണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒട്ടും മക്കളെ ശ്രദ്ധിക്കാത്ത പാരൻസ് ആയിരിക്കും. ഒരു വീട്ടിലൊക്കെ നിന്നിട്ട് സ്വന്തം മക്കള് പ്രഗ്നന്റ് ആണ് എന്ന് പോലും അറിയാത്ത എന്ത് പാരൻസ് ആയിരിക്കും. എന്തോ വയറ്റിലെന്തോ കൊഴുപ്പായിട്ടാണ് പോലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയായാലും ഇതിനൊരു ഉത്തരവാദി ഉണ്ടാവുമല്ലോ. ഒരു ദിവസം പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായതൊന്നും ആയിരിക്കില്ലല്ലോ. എന്തായാലും അതൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് ഈ 19-കാരിക്കെതിരെ എന്തായാലും കേസെടുക്കുക തന്നെ വേണം. എനിക്കൊന്നേ പറയാനുള്ളൂ, സീരിയസ്ലി നമ്മൾ പെൺകുട്ടികളെ, നിങ്ങളെ വീട്ടിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരാളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര അടുപ്പമുണ്ട്, എന്തൊക്കെയാണ്, ഇത്രയും റിലേറ്റീവാണ്, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളാകെ ചെയ്യാനുള്ളത് നിങ്ങളെ മക്കളെ എവിടെയും ആക്കി പോവാണ്ടിരിക്കുക. എവിടെ പോവാണെങ്കിലും കൂടെ കൊണ്ടുപോവുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും 100% സേഫാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ആ 10 വയസ്സുകാരിയ സംഭവം നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. എല്ലാവരും പറയും സ്ത്രീകളുടെ വസ്ത്രധാരണേൻ്റെ പ്രശ്നമാണ് ഇതുപോലുള്ള പീഡനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൂടി വരുന്നതെന്ന്. ആ 10 വയസ്സുള്ള കുട്ടീൻ്റെയൊക്കെ എന്ത് വസ്ത്രധാരണ, അതിനൊക്കെ എന്താ പറയേണ്ടതില്ലേ?